Dear students, welcome to Learner's World. In this video, I'm going to talk about exam-oriented 10-mark essay questions Part 2, Foundations of Literary Theory, FUGP, Semester 5, English Language and Literature, Calicut University. Question number 5. Analyze a literary or cultural text using feminist and post-colonial perspectives. ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടും പോസ്റ്റ് കൊളോണിയൽ കാഴ്ചപ്പാടും ഉപയോഗിച്ച് ഒരു സാഹിത്യം അല്ലെങ്കിൽ സാംസ്കാരിക ഗ്രന്ഥം വിശകലനം ചെയ്യാം. Feminist and post-colonial theories are two important approaches in literary criticism. Feminism studies gender inequality and the representation of women, while post-colonialism examines the effects of colonialism on culture, identity, and society. Together, they provide a deeper understanding of literary and cultural text. ഫെമിനിസ്റ്റ് സിദ്ധാന്തവും പോസ്റ്റ് കൊളോണിയൽ സിദ്ധാന്തവും സാഹിത്യ വിമർശനത്തിലെ രണ്ട് പ്രധാന സമീപനങ്ങളാണ്. ഫെമിനിസം എന്ന് പറയുന്നത് ലിംഗാസമത്വത്തെയും സാഹിത്യത്തിൽ സ്ത്രീകൾ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതിനെയും പഠിക്കുന്നു. പോസ്റ്റ് കൊളോണിയലിസം സംസ്കാരത്തിലും വ്യക്തിത്വത്തിലും സമൂഹത്തിലും ചെലുത്തിയ സ്വാധീനങ്ങളെ പരിശോധിക്കുന്നു. ഈ രണ്ട് സമീപനങ്ങളും ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ സാംസ്കാരിക ഗ്രന്ഥങ്ങളെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയും. A feminist reading analyzes how women are represented in a text and whether they are treated equally. It questions patriarchy, gender discrimination and traditional gender roles. ഫെമിനിസ്റ്റ് സമീപനം ഒരു സാഹിത്യകൃതിയിൽ സ്ത്രീകൾ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നും അവർക്ക് തുല്യമായ സ്ഥാനം ലഭിക്കുന്നുണ്ടോ എന്നും പരിശോധിക്കുന്നു. ഇത് പാട്രിയാർക്കി, പുരുഷാധിപത്യം, ലിംഗവിവേചനം, പരമ്പരാഗതമായിട്ടുള്ള ജെൻഡർ റോൾസ് എന്നിവ ചോദ്യം ചെയ്യുന്നു. Feminist critics such as Simone de Beauvoir and Hélène Showalter argues that women should have equal rights and opportunities. A post-colonial reading studies the impact of colonial rule on people, language, culture, and identity. സിമോൺ ദ ബോവർ, എലൻ ഷവാൾട്ടർ തുടങ്ങിയിട്ടുള്ള ഫെമിനിസ്റ്റ് വിമർശകർ സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് തുല്യമായിട്ടുള്ള അവകാശങ്ങളും അവസരങ്ങളും ലഭിക്കണമെന്ന് വാദിച്ചു. പോസ്റ്റ് കൊളോണിയൽ സമീപനം എന്ന് പറഞ്ഞാൽ കൊളോണിയൽ ഭരണത്തിൻ്റെ ജനങ്ങൾ ഭാഷ, സംസ്കാരം, വ്യക്തിത്വം എന്നിവയിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനങ്ങളെ പഠിക്കുകയാണ് ചെയ്യുന്നത് കൊളോണിയൽ ഭരണത്തിൽ. Edward Said explained how colonial powers created negative images of colonized people, while Homike Bhabha discussed hybridity and mimicry. Gayatri Chakravarti Spivak focused on the voice of marginalized people, especially women. When both approaches are used together, they reveal how women in colonized societies often face both gender discrimination and colonial oppression. These theories help readers understand different forms of inequality and give importance to the experience of marginalized communities. എഡ്വാർഡ് സെഡ് കൊളോണിയൽ ശക്തികൾ അധിനിവേശത്തിന് വിധേയരായ ജനങ്ങളെ എങ്ങനെ തെറ്റായി ചിത്രീകരിക്കുന്നു എന്ന് വിശദീകരിച്ചു. ഹോമിക്കെ ബാബ ഹൈബ്രിഡിറ്റി, മിമിക്രി എന്നീ ആശയങ്ങൾ അവതരിപ്പിച്ചു. ഗായത്രി ചക്രവർത്തി സ്പിവാക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള അവഗണിക്കപ്പെട്ട വിഭാഗങ്ങളുടെ ശബ്ദങ്ങൾക്ക് പ്രാധാന്യം നൽകി. ഈ രണ്ട് സമീപനങ്ങളും പോസ്റ്റ് കൊളോണിയൽ തിയറിയും ഫെമിനിസ്റ്റ് ക്രിറ്റിസിസവും ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ കൊളോണിയൽ സമൂഹങ്ങളിലെ സ്ത്രീകൾ ലിംഗവിവേചനവും കൊളോണിയൽ അടിച്ചമർത്തലും ഒരേ സമയം അനുഭവിക്കുന്നതായിട്ട് വ്യക്തമാക്കുന്നു. ഇതിലൂടെ സമൂഹത്തിലെ വിവിധ തരത്തിലുള്ള അസമത്വങ്ങളെ മനസ്സിലാക്കാനും അവഗണിക്കപ്പെട്ട വിഭാഗങ്ങളുടെ അനുഭവങ്ങൾക്ക് പ്രാധാന്യം നൽകാനും കഴിയും. Feminist and post-colonial perspectives provide a broader understanding of literature by exposing gender inequality, colonial domination, and social injustice. They help readers appreciate the voices and experience of women and oppressed communities. ഫെമിനിസ്റ്റ് പോസ്റ്റ് കൊളോണിയൽ കാഴ്ചപ്പാടുകൾ സാഹിത്യത്തെ കൂടുതൽ വിശാലമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ലിംഗസമത്വം, കൊളോണിയൽ ആധിപത്യം, സാമൂഹിക അനീതി എന്നിവ തുറന്നു കാട്ടുകയും സ്ത്രീകളുടെയും അടിച്ചമർത്ത സമൂഹങ്ങളുടെയും ശബ്ദങ്ങൾക്കും അനുഭവങ്ങൾക്കും പ്രാധാന്യം നൽകുകയൊക്കെ ചെയ്യുന്നുണ്ട്. Then question number 6. Discuss the relevance of phenomenology in understanding human experience and perception.
ഫിനമിനോളജിയിൽ മനുഷ്യൻ്റെ അനുഭവത്തിന് ഹ്യൂമൻ എക്സ്പീരിയൻസ് പെർസെപ്ഷൻ ഒക്കെ മനസ്സിലാക്കുന്നതിൽ ഫിനമിനോളജിയുടെ പ്രസക്തി ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹ്യൂമൻ എക്സ്പീരിയൻസിനാണല്ലോ ഫിനമിനോളജിയിൽ ഇമ്പോർട്ടൻസ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഹ്യൂമൻ എക്സ്പീരിയൻസ് അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് ഇതിനൊക്കെ ഫിനമിനോളജിയിൽ എത്രത്തോളം പ്രസക്തിയുണ്ട്. Phenomenology is a philosophical theory developed by Edmund Husserl. It focuses on human experience, consciousness, and perception. Literary studies phenomenology helps readers understand how people experience and interpret the world. ഫിനമിനോളജി എഡ്മണ്ട് ഹുസേൾ വികസിപ്പിച്ച ഒരു സിദ്ധാന്തമാണ്. ഇത് മനുഷ്യൻ്റെ അനുഭവം, കോൺഷ്യസ്നെസ്, ബോധം, പെർസെപ്ഷൻ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സാഹിത്യ പഠനത്തിൽ ആളുകൾ ലോകത്തെ എങ്ങനെ അനുഭവിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ ഫിനമിനോളജി റീഡേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഫിനമിനോളജി ആർഗ്യൂസ് ദ റിയാലിറ്റി ഈസ് അണ്ടർസ്റ്റാൻഡ് ത്രൂ പേഴ്സണൽ എക്സ്പീരിയൻസ് rather than objective facts alone. Husserl believed that every individual experiences the world differently through consciousness. Maurice Merleau-Ponty further explained that the human body plays an important role in perception and experience. ഫിനമിനോളജി അനുസരിച്ച് യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്നത് ഒബ്ജക്റ്റിലൂടെ മാത്രമല്ല, വസ്തുനിഷ്ഠമായിട്ടുള്ള വസ്തുതകളിലൂടെ മാത്രമല്ല, വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളിലൂടെയാണ്. ഓരോ വ്യക്തിയും തൻ്റെ കോൺഷ്യസ്നെസ്സിലൂടെ, ബോധത്തിലൂടെ ലോകത്തെ വ്യത്യസ്തമായ രീതിയിലാണ് അനുഭവിക്കുന്നത് എന്ന് ഹുസേൾ വിശ്വസിച്ചു. പിന്നീട് മോറിസ് മെർലോപോണ്ടി മനുഷ്യ ശരീരം അനുഭവത്തിലും അതായത് എക്സ്പീരിയൻസിലും പെർസെപ്ഷനിലും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് വിശദീകരിച്ചു. In literature, phenomenology studies emotions, thoughts, and experiences of characters and readers. It also explains that different readers may interpret the same text in different ways because each person has unique experience and backgrounds. This approach values personal understanding instead of searching for one fixed meaning. It encourages readers to connect literary texts with their own lives and emotions. സാഹിത്യത്തിൽ ഫിനമിനോളജി കഥാപാത്രങ്ങളുടെയും റീഡേഴ്സിൻ്റെയും ഇമോഷൻസ്, അവരുടെ തോട്ട്സ്, എക്സ്പീരിയൻസസ് എന്നിവയെ പഠിക്കുന്നു. ഓരോ വ്യക്തിക്കും വ്യത്യസ്ത അനുഭവങ്ങളും ബാക്ക്ഗ്രൗണ്ടും ഉള്ളതിനാൽ ഓരോ സാഹിത്യകൃതിയെ വ്യത്യസ്ത രീതിയിൽ വ്യാഖ്യാനിക്കാൻ കഴിയുമെന്നും ഈ ഒരു സിദ്ധാന്തം ഫിനമിനോളജി പറയുന്നുണ്ട്. ഒരൊറ്റ സ്ഥിരമായ അർത്ഥം കണ്ടെത്തുന്നതിനേക്കാൾ വ്യക്തിപരമായ അനുഭവത്തിനും മനസ്സിലാക്കലിനുമാണ് ഈ സമീപനം പ്രാധാന്യം നൽകുന്നത്. ഹ്യൂമൻ എക്സ്പീരിയൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. സ്വന്തം ജീവിത അനുഭവങ്ങളുമായും ഇമോഷൻസുമായും സാഹിത്യകൃതികളെ ബന്ധപ്പെടുത്തി വായിക്കാൻ ഇത് റീഡേഴ്സിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. Phenomenology is important because it highlights the role of individual experience and perception in understanding literature and life. It shows that meaning is created through personal consciousness and interpretation, making literature more meaningful and relevant. ഫിനമിനോളജി സാഹിത്യത്തെയും ജീവിതത്തെയും മനസ്സിലാക്കുന്നതിൽ വ്യക്തിപരമായ അനുഭവത്തിൻ്റെയും പെർസെപ്ഷൻ്റെയും പ്രാധാന്യം എടുത്തു കാണിക്കുന്നുണ്ട്. അർത്ഥം വ്യക്തികളുടെ ബോധത്തിലൂടെയും വ്യാഖ്യാനത്തിലൂടെയും രൂപപ്പെടുന്നതാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള, ഡിഫറെൻറ്റ് അനുഭവങ്ങളുള്ള, ഡിഫറെൻ്റ് കാഴ്ചപ്പാടുകളുള്ള വായനക്കാർ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ആണ് ആ ടെക്സ്റ്റിൻ്റെ മീനിങ്, ആ ടെക്സ്റ്റിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. സാഹിത്യത്തെ കൂടുതൽ അർത്ഥവത്തായും ജീവിതവുമായി ബന്ധപ്പെട്ടതായും മനസ്സിലാക്കാൻ ഫിനമിനോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി 7ാമത്തെ ചോദ്യം നോക്കാം. ക്രിട്ടിക്കലി അനലൈസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് മാർക്സിസ്റ്റ് തിയറി ഓൺ ലിറ്റററി ക്രിറ്റിസിസം. സാഹിത്യ വിമർശനത്തിൽ മാർക്സിസ്റ്റ് സിദ്ധാന്തത്തിൻ്റെ സ്വാധീനം വിമർശനാത്മകമായി വിശകലനം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മാർക്സിസ്റ്റ് ലിറ്റററി ക്രിറ്റിസിസം ഈസ് ബേസ്ഡ് ഓൺ ദ ഐഡിയാസ് ഓഫ് കാൾ മാർക്സ്. ഇറ്റ് സ്റ്റഡീസ് ലിറ്ററേച്ചർ ഇൻ relation to society, economics, class, and power. Marxist critics believe that literature reflects the social and economic conditions of its time and often reveals class conflict and inequality. മാർക്സിസ്റ്റ് സാഹിത്യ വിമർശനം, മാർക്സിസ്റ്റ് ലിറ്റററി ക്രിറ്റിക്സ്
കാൾമാർക്സിൻ്റെ ആശയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സാഹിത്യ സിദ്ധാന്തമാണ്. ഇത് സാഹിത്യത്തെ സമൂഹം, സാമ്പത്തിക വ്യവസ്ഥ, ക്ലാസ്, പവർ എന്നിവയുമായി ബന്ധപ്പെടുത്തി പഠിക്കുന്നു. സാഹിത്യം അതുണ്ടായ കാലഘട്ടത്തിൽ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള സാഹചര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും ക്ലാസ് കോൺഫ്ലിക്റ്റ്, സാമൂഹിക അസമത്വവും ഒക്കെ വെളിപ്പെടുത്തുന്നുവെന്നും മാർക്സിസ്റ്റ് വിമർശകർ വിശ്വസിക്കുന്നുണ്ട്. Marxism explains that society is divided into two main classes: the bourgeoisie, who own wealth and the means of production, and the proletariat, who work for wages. This class conflict is reflected in many literary works. Marxist critics analyze how literature supports or challenges the ideology of the ruling class. Louis Althusser explained that institutions such as schools, family, religion, and the media spread ideology through ISA, ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ്. മാർക്സിസ് അനുസരിച്ച് സമൂഹം പ്രധാനമായിട്ടും 2 വർഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അതിലുള്ളതാണ് ബൂർഷ്വാസി എന്ന സമ്പന്ന വർഗം, സമ്പത്തും ഉൽപാദന മാർഗങ്ങളും സ്വന്തമാക്കുന്നു. പ്രോളിറ്റേറിയറ്റ് എന്ന തൊഴിലാളി വർഗം വേതനത്തിനായിട്ട് ജോലി ചെയ്യുന്നു. ഈ ഒരു ക്ലാസ് സ്ട്രഗിൾ, ഈ ഒരു വർഗ സംഘർഷം നിരവധി സാഹിത്യകൃതികളിൽ പ്രതിഫലിക്കുന്നുണ്ട്. മാർക്സിസ്റ്റ് വിമർശകർ സാഹിത്യം എന്ന് പറയുന്നത് റൂളിംഗ് ക്ലാസിൻ്റെ ഒരു ഐഡിയോളജി പിന്തുണക്കുന്നുണ്ടോ അതോ അതിനെ ചോദ്യം ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു. ലൂയി ആൽത്തൂസർ സ്കൂള്, കുടുംബം, മതം, മാധ്യമങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ ISA, ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് വഴി ഐഡിയോളജി പ്രചരിപ്പിക്കുന്നു എന്ന് വിശദീകരിക്കുന്നു. Antonio Gramsci introduced the concept of cultural hegemony, which explains how the ruling class maintains power by gaining people's consent rather than using force. Marxist criticism also studies exploitation, inequality, capitalism, and social justice. It helps readers understand the relationship between literature and society and encourages them to question injustice and oppression. ആൻറ്റോണിയോ ഗ്രാംഷി അവതരിപ്പിച്ച കൾച്ചറൽ ഹെജ്മണി എന്ന ആശയം റൂളിംഗ് ക്ലാസ് ബലപ്രയോഗത്തിലൂടെയല്ല, മറിച്ച് ജനങ്ങളുടെ കൺസെൻറ്റ്, അവരുടെ സമ്മതം നേടിക്കൊണ്ടാണ് പവർ നിലനിർത്തുന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. മാർക്സിസ്റ്റ് വിമർശനം എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം, ഇനീക്വാലിറ്റി, അസമത്വം, ക്യാപിറ്റലിസം, മുതലാളിത്തം, സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതി തുടങ്ങിയ വിഷയങ്ങളും പഠിക്കുന്നുണ്ട്. സാഹിത്യവും സമൂഹവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാനും അത് അനീതിയെ, അടിച്ചമർത്തലിനെയും ചോദ്യം ചെയ്യാനും റീഡേഴ്സിനെ പ്രേരിപ്പിക്കുന്നുണ്ട്. Marxist theory has greatly influenced literary criticism by connecting literature with the social, economic, and political realities. It helps readers understand class struggle, ideology, and power, making literature a tool for social awareness and change. സാഹിത്യത്തെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളുമായി ബന്ധിപ്പിച്ചതിലൂടെ മാർക്സിസ്റ്റ് സിദ്ധാന്തം സാഹിത്യ വിമർശനത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ക്ലാസ് സ്ട്രഗിള്, ഐഡിയോളജി, പവർ എന്നിവ മനസ്സിലാക്കാൻ ഇത് റീഡേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുവഴി സാഹിത്യം സാമൂഹിക ബോധവൽക്കരണത്തിൻ്റെയും സാമൂഹിക മാറ്റത്തിൻ്റെയും ശക്തമായിട്ടുള്ള ഒരു ഉപാധിയായിട്ട് മാറുന്നു. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്, ഡിസ്കസ് ദ റോൾ ഓഫ് ലാംഗ്വേജ് ആൻഡ് ഇൻസ്റ്റബിലിറ്റി ഇൻ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് തിയറി. പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് സിദ്ധാന്തത്തിൽ ലാംഗ്വേജ്, ഭാഷയുടെയും ഇൻസ്റ്റബിലിറ്റി, അസ്ഥിരതയുടെയും പങ്ക് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പോസ്റ്റ് സ്ട്രക്ചറലിസം എമേർജ്ഡ് ഇൻ ഫ്രാൻസ് ഡ്യൂറിംഗ് ദ 1960s ആസ് എ റിയാക്ഷൻ അഗെയിൻസ്റ്റ് സ്ട്രക്ചറലിസം. It argues that language is unstable and that meaning is never fixed. This theory changed the way readers interpret literary text. പോസ്റ്റ് സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് 1960കളിൽ ഫ്രാൻസിൽ സ്ട്രക്ചറലിസത്തിനോടുള്ള ഒരു പ്രതികരണമായിട്ട് രൂപം കൊണ്ട സിദ്ധാന്തമാണ്. ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫിക്സഡ് അല്ലെന്നും, അതായത് സ്ഥിരതയുള്ളതല്ലെന്നും, മീനിങ് എന്ന് പറയുന്നത് ഫിക്സഡ് അല്ല, അത് മൾട്ടിപ്പിൾ മീനിങ്സ് ഉണ്ട്, സ്ഥിരമായിട്ട് മീനിങ് നിലനിൽക്കുന്നില്ലെന്നും ഈ ഒരു സിദ്ധാന്തം വാദിക്കുന്നുണ്ട്. സാഹിത്യകൃതികളെ വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന രീതിയിൽ ഈ സിദ്ധാന്തം വലിയ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്.
Jacques Derrida introduced the concept of deconstruction, which shows that every text contains contradictions and multiple meanings. According to Derrida, language is unstable because words gain meaning only through their relationship with the other words. Michel Foucault explained that the language is connected with power and discourse, which shape knowledge and social behavior. ജാക്സ് ഡെറിഡ ഡികൺസ്ട്രക്ഷൻ എന്ന ആശയം അവതരിപ്പിച്ചു. ഓരോ സാഹിത്യകൃതിയിലും ഒപ്പോസിഷൻസ്, അതായത് കോൺട്രാഡിക്ഷൻസ്, വൈരുദ്ധ്യങ്ങളും ഒന്നിലധികം മീനിങ്സ്, മൾട്ടിപ്പിൾ മീനിങ്സ് ഉണ്ടെന്ന് അദ്ദേഹം വിശദീകരിച്ചു. വാക്കുകൾക്ക് മറ്റു വാക്കുകളുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ് മീനിങ് ലഭിക്കുന്നത്, അർത്ഥം ഉണ്ടാകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനാൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫിക്സഡ് അല്ല, അത് ഫ്രാഗ്മെൻറ്റഡ് ആണെന്ന് അദ്ദേഹം വാദിച്ചു. മിഷേൽ ഫുക്കോ ഭാഷ എന്ന് പറയുന്നത്, ലാംഗ്വേജ് എന്ന് പറയുന്നത് പവറിനോടും ഡിസ്കോഴ്സിനോടും ബന്ധപ്പെട്ട് കിടക്കുന്നു. പവറും ഡിസ്കോഴ്സുമാണ് അറിവിനെയും സാമൂഹിക പെരുമാറ്റത്തെയും ഒക്കെ രൂപപ്പെടുത്തുന്നതെന്നൊക്കെ അദ്ദേഹം വ്യക്തമാക്കി. റൊളാൻഡ് ബാർത്തസ് introduced the idea of the death of the author, argued that the meaning of a text depends on the reader rather than the author's intention. Therefore, different readers may interpret the same text in different ways. Post-structuralism rejects the idea of one universal truth and encourages readers to explore different meanings and perspectives. റൊളാൻഡ് ബാർത്തസ് തൻ്റെ ബുക്കായിട്ടുള്ള ഡെത്ത് ഓഫ് ദ ഓഥർ എന്ന ആശയം അവതരിപ്പിച്ചു. ഒരു സാഹിത്യകൃതിയുടെ അർത്ഥം രചയിതാവിൻ്റെ ഉദ്ദേശത്തെ ആശ്രയിച്ചല്ല, എഴുത്തുകാരൻ്റെ ഇൻറ്റൻഷനല്ല ഒരു ലിറ്റററി ടെക്സ്റ്റിൻ്റെ മീനിങ് എന്ന് പറയുന്നത്, അതിന് മറിച്ച് റീഡേഴ്സിൻ്റെ ഇൻ്റർപ്രിട്ടേഷനാണ്, റീഡേഴ്സിൻ്റെ വ്യാഖ്യാനത്തെ ആശ്രയിച്ചാണെന്ന് വാദിച്ചു. അതിനാൽ തന്നെ വ്യത്യസ്ത വായനക്കാർ ഒരേ കൃതിയെ വ്യത്യസ്ത രീതിയിൽ വ്യാഖ്യാനിക്കാം. ഒരൊറ്റ സർവ്വസാധാരണ സത്യം എന്ന ആശയത്തെ പോസ്റ്റ് സ്ട്രക്ചറലിസം നിരസിക്കുകയും വിവിധ അർത്ഥങ്ങളും മൾട്ടിപ്പിൾ മീനിങ്സും കാഴ്ചപ്പാടുകളും അന്വേഷിക്കാൻ വായനക്കാരെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. Post-structuralism highlights the instability of language and the possibility of multiple interpretations. It encourages readers to think critically and understand that meaning changes according to context, language, and individual interpretation. It remains one of the most influential theories in modern literary criticism. പോസ്റ്റ് ഭാഷ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫിക്സഡ് അല്ല, അത് അസ്ഥിരമാണ്. ഒരു ലിറ്റററി ടെക്സ്റ്റിന്, ഒരു സാഹിത്യകൃതിക്ക് മൾട്ടിപ്പിൾ മീനിങ്സ്, ഒന്നിലധികം വ്യാഖ്യാനങ്ങൾ സാധ്യമാണെന്നും ഒക്കെ എടുത്തു കാണിക്കുന്നുണ്ട് പോസ്റ്റ് സ്ട്രക്ചറലിസം. കോണ്ടെക്സ്റ്റ്, ലാംഗ്വേജ്, വ്യക്തിപരമായിട്ടുള്ള വ്യാഖ്യാനം എന്നിവ അനുസരിച്ച് അർത്ഥം മാറിക്കൊണ്ടിരിക്കുന്നു ഇത് വ്യക്തമാക്കുന്നു. കുറച്ചും കൂടെ വിമർശനാത്മകമായിട്ട് ചിന്തിക്കാനും വിവിധ കാഴ്ചപ്പാടുകളിൽ നിന്ന് സാഹിത്യത്തെ മനസ്സിലാക്കാനും ഈ സിദ്ധാന്തം വായനക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നു. ആധുനിക സാഹിത്യ വിമർശനത്തിലെ ഏറ്റവും സ്വാധീനമുള്ള സിദ്ധാന്തങ്ങളിൽ ഒന്നായിട്ട് പോസ്റ്റ് സ്ട്രക്ചറലിസം ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്.